ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വർഷത്തെ വലിയ നോമ്പ് 25-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിലൂടെ പകുതി നോമ്പിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ ധ്യാനത്തെ, ചിന്തകളെ ഈ തുടർന്നുള്ള ദിനങ്ങളിലെ അനുഗ്രഹകരമായിട്ടുള്ള ധ്യാനങ്ങളിലേക്ക് നയിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഈ ദിവസത്തിൽ നമ്മുടെ ധ്യാന വിഷയം കുരിശിലേക്കുള്ള നോട്ടം എന്നുള്ളതാണ്. ലുക്കിംഗ് ടു ദ ക്രൂസിഫൈഡ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. കുരിശിൻ്റെ അനിവാര്യത യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം പറയുന്നുണ്ട്. കർത്താവ് ഈ കുരിശിൻ്റെ മഹാത്മ്യവും മഹത്വവും തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. അതുപോലെ ശിഷ്യന്മാരോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും. ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കും. ലിഫ്റ്റിംഗ് അപ്പ്, അതിന് ഗ്ലോറിഫിക്കേഷൻ്റെ ഒരു തലമുണ്ട്. അതോടൊപ്പം തന്നെ കുരിശിക്കപ്പെടുന്ന ഉയർപ്പിൻ്റെ ഒരു അനുഭവമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് അനുബന്ധിച്ച് ആദ്യമായി ഇവിടെ പറയുന്നതായ കർത്താവ് തന്നെ സ്വയം പറഞ്ഞിരിക്കുന്ന ഒരു വിശേഷതയുള്ള ഒരു കാര്യം പഴയ നിയമത്തിൽ നിന്ന് കുരിശിൻ്റെ ഒരു പൊരുൾ വ്യക്തമാക്കിക്കൊണ്ട് നൽകുന്നതായിട്ടുള്ള രൂപകമാകുന്നു: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്നുള്ളതായ കാര്യം. അപ്പോൾ മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജനത്തിൻ്റെ പാപനിമിത്തം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ ജനത്തെ നശിപ്പിക്കുന്ന ഒരു, അല്ലെങ്കിൽ അവരെ മരണത്തിലേക്ക് നയിക്കുന്ന, അവരുടെ സംഹാരത്തിന് കാരണമായി തീരുന്ന വിഷസർപ്പങ്ങൾ അത് കടിച്ചതിൻ്റെ ഫലമായിട്ട് അനേകർ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ മോശയ്ക്ക് ദൈവം അതിനൊരു പ്രതിവിധി കൊടുക്കുകയാണ്. അഗ്നിസർപ്പത്തെ ഉയർത്തുന്നതിന് വേണ്ടി വിഷകരമായിട്ടുള്ള സർപ്പം കടിക്കുമ്പോൾ അഗ്നിസർപ്പത്തെ നോക്കുമ്പോൾ അതിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നുള്ളതായ വലിയ സന്ദേശം. അതുകൊണ്ട് കടിയേൽക്കുന്നവർ ഈ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കുകയും ജീവനിലേക്ക് മടങ്ങി വരുവാൻ കാരണമായി തീരുകയും ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ കുരിശ് മഹത്വത്തിൻ്റെ, അല്ലെങ്കിൽ കുരിശ് ഉയർത്തപ്പെടലിൻ്റെ അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രൂശിനെ മനസ്സിലാക്കാതെ യേശുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. കുരിശ് ക്രിസ്തുവിനെ പൂർണ്ണമായും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ക്രൂശില്ലാതെ ക്രിസ്തീയ വിശ്വാസമില്ല. മറ്റൊന്നിനും നമുക്ക് പ്രശംസയ്ക്ക് വകയുമില്ല. ലോകസ്ഥാപനം മുൻപേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നത്. അപ്പോൾ യെരുശലേമിന് പുറത്ത് ആ കാൽവറി കുന്നിൽ ആ കുരിശ് ഉയർത്തപ്പെടുന്നതിന് എത്രയോ നാൾ മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിലും ഒരു കുരിശുണ്ടായിരുന്നു എന്നുള്ളത് പലരും പറഞ്ഞിട്ടുള്ളതായ വസ്തുതയാണ്. കുരിശിലൂടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ ഉയർന്നതായ ആ കുരിശ് ലോകത്തിൽ മനുഷ്യൻ്റെ ദുഷ്ടതയുടെയും പാപത്തിൻ്റെയും പ്രതീകവും, അതോടൊപ്പം തന്നെ നന്മയുടെയും മഹത്വത്തിൻ്റെയും സാധ്യതകളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് യാദൃച്ഛികമായി സംഭവിച്ച ഒന്നല്ല കുരിശ്, പിന്നെയോ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പ്രതിവിധിയായി ദൈവം ഒരുക്കിയതായിട്ടുള്ള ഈ രക്ഷാകര പദ്ധതിയാകുന്നു കുരിശിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്വയം രക്ഷ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊടുക്കുന്നുള്ള പ്രചോദനമാണ് നമുക്ക് കുരിശിലൂടെ, യേശുവിലൂടെ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന കുരിശിൽ അവൻ തൂക്കപ്പെട്ടപ്പോൾ ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ തീനാളം ദൈവഹൃദയത്തിൽ നിത്യമായി കത്തിജ്വലിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പ്രതിഫലനമാകുന്നു, അല്ലെങ്കിൽ ബഹിർഗമനമാകുന്നു കുരിശിലൂടെ നാം കാണുന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ കഷ്ടതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നു. മനുഷ്യപുത്രൻ എപ്രകാരമാണ് കുരിശിക്കപ്പെടുവാനായിട്ട് പോകുന്നത്.
അത് തൻ്റെ മശീഹാത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. കൈസരി ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് ഇപ്രകാരം പറയുമ്പോൾ, നീ ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ഇതാരോടും പറയരുത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, മശീഹ തൻ്റെ ജീവനുള്ള സ്വഭാവം തൻ്റെ ജീവിതത്തിലൂടെ താൻ സ്വയം വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു അനുഭവമാകുന്നു. ആ അനുഭവമോ തൻ്റെ ജീവിതത്തിലൂടെ അതിന് വെളിപ്പെടുത്തേണ്ടതായിട്ടുള്ള സമയമെന്ന് പറയുന്നത് കുരിശിൻ്റെ അനുഭവമാണ്. അത് സ്വയം തന്നെത്താൻ വെളിപ്പെടുത്തേണ്ട ഒരു അനുഭവമാണ്. അല്ലാതെ ലോകത്തിൻ്റെ ഡിമാൻഡ്സ് അനുസരിച്ച് ഉള്ള ഒരു മശീഹയുടെ അനുഭവമായിരുന്നില്ല. അതുകൊണ്ട് ലോകത്തിൻ്റെ ഒരു അപ്രൂവൽ ആയിരുന്നില്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഒരു അപ്രൂവലായിരുന്നു തനിക്ക് ആവശ്യമായിട്ടിരുന്നത്. ഈ ലോകത്തിൻ്റെ അപ്രൂവൽ വാങ്ങിച്ചുകൊണ്ട് ഒരിക്കലും ഒരു മശീഹ സ്ഥാപനം, സ്വർഗരാജ്യ സ്ഥാപനം അവൻ ആഗ്രഹിച്ചിരുന്നില്ല. പിന്നെയോ ദൈവത്തിൻ്റെ, സ്വർഗീയ പിതാവിൻ്റെ ഈ അപ്രൂവൽ തൻ്റെ ജീവിതത്തിലൂടെ താൻ ഈ രഹസ്യം വെളിപ്പെടുത്തി, കുരിശിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഈ കുരിശിലേക്കുള്ള നോട്ടം രക്ഷയിലേക്കുള്ള നോട്ടമാണ്. അതിന് വിശ്വാസത്തോടു കൂടിയുള്ള നോട്ടം ആവശ്യമാണ്. പാപിയുടെ ശിക്ഷ അല്ല, പിന്നെയോ അവിടെ രക്ഷയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കിയപ്പോൾ ജനത്തെ കടിച്ച് മരണത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ആ സർപ്പം അത് രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്നു. അതിനെ നോക്കുന്നതായിട്ടുള്ള സമയത്ത് രക്ഷ പ്രാപിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ കുരിശ് മരണത്തിൻ്റെ ഒരു ഉപാധിയായി ഏറ്റവും ക്രൂരരായിട്ടുള്ള ആളുകളെ ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ഈ കുരിശ് അത് ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള പദ്ധതിയായിട്ട് ലോകത്തിൻ്റെ മധ്യത്തിൽ വെളിപ്പെടുന്നതായിട്ട് നാം കാണുന്നു. നാം പാടുന്നതായിട്ടുള്ള പാട്ടുള്ള ജീവനുണ്ടാം ഏക നോട്ടത്താൽ ക്രൂശിങ്കൽ ജീവനുണ്ടാം ഇപ്പോൾ നിനക്ക്. യേശുക്രിസ്തുവിൻ്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് രക്ഷയുണ്ടാകുന്ന നോട്ടമെന്ന് പറയുന്ന വിശ്വാസത്തോടുകൂടെയുള്ള നോട്ടമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45 അധ്യായത്തിന് 22 വാക്യത്തിൽ പറയുന്നു, ഈ കുരിശിലേക്കുള്ളതായ നോട്ടം. എങ്കിലേക്ക് നോക്കുക, നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറയുകയാണ്. ലുക്ക് അൺടു മീ, കുരിശിലേക്ക് നോക്കുക, രക്ഷയിലേക്ക് നോക്കുക. എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിലേക്ക് നോക്കുക. നിങ്ങൾ ക്ഷീണിച്ച് മടുത്തു പോകാതെ ഇരുപ്പാൻ അവനിലേക്ക് നോക്കുക. മഹത്വപ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശിൽ നോക്കി ഈ ലോക ജീവിത ലാഭനമ്പങ്ങൾ നഷ്ടം നിന്ദ്യമെന്നെണ്ണുന്നേൻ എന്ന് ഐസക് വാട്സ് തൻ്റെ 33 വയസ്സിൽ രക്ഷകനായ ക്രിസ്തുവിൻ്റെ കുരിശിനെ നോക്കിക്കൊണ്ട് പാടി. രഘുപതി രാഘവ് രാജാറാം എന്നുള്ള ഹിന്ദു ഭക്തിഗാനത്തോടൊപ്പം നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജി ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്ന ഒരു ഗാനമാണ് വെൻ ഐ സർവേ ദ വണ്ടേഴ്സ് ക്രോസ് എന്നുള്ളതായ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഗാനം. അതുകൊണ്ട് നമ്മെ ഇന്ന് കുരിശിലേക്ക് നോക്കുവാൻ, രക്ഷകനിലേക്ക് നോക്കുവാൻ, അവനിലൂടെ രക്ഷ സാധ്യമാക്കുവാൻ നമുക്ക് ഇന്ന് സാധ്യമാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കുരിശ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൊരു വിഗ്രഹമല്ല, പിന്നെയോ അത് രക്ഷയുടെ അടയാളവും പ്രശംസാ വിഷയവും സുവിശേഷത്തിൻ്റെ പ്രസംഗ വിഷയവും സംവേദനവുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്ക്, രക്ഷകനിലേക്ക് നമുക്ക് നോക്കാം. ജീവന്റെ അവകാശികളായി തീരാം. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് ഈ വചന ധ്യാനത്താൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.